തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരന്റെ വെളിപ്പെടുത്തൽ. ഇതിന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും പ്രശ്നമില്ല എന്ന് NGO യൂണിയൻ പൂർവ്വകാല നേതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത സുധാകരൻ പറഞ്ഞു. ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ വേറെയാണ് നോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയാത്ത ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുക. അത് തരരുത് നമ്മുടെ കയ്യിൽ. നമ്മൾ ചെയ്താലെന്താ, നേരിട്ട് പോസ്റ്റ് ചെയ്തു. ബാലറ്റ് പേപ്പർ എൻക്ലോസ് ഇട്ടിരിക്കുന്ന കവറ് പൊട്ടിച്ച് അത് വളരെ സൂക്ഷ്മതയോടുകൂടി അതിനകത്തെ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കി ആ വോട്ട് KV ദേവദാസിനെ അനുകൂലമാക്കി മാറ്റുക എന്നിട്ടുള്ള അട്ടിമറിയാണ്. G. സുധാകരനെതിരെ കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. വിശദവിവരങ്ങളുമായി ഹരികൃഷ്ണനും രഘുനാഥ് നാരായണനും ചേർന്നു. ആദ്യം രഘുനാഥിലേക്ക്. രഘു, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതോടെ CPM വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണല്ലോ. വിശദാംശങ്ങൾ എന്താണ്? ഇന്നലെ NGO യൂണിയന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിലാണ് 36 വർഷം മുൻപ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അന്ന് NGO യൂണിയന്റെ നേതാവായിരുന്ന KV ദേവദാസ് ആണ് CPM LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അപ്പുറത്ത് UDF വേണ്ടി വക്കം പുരുഷോത്തമനും മത്സരിച്ചു. അന്ന് ആ തിരഞ്ഞെടുപ്പിൽ വലിയ വാശിയേറിയ മത്സരമാണ് നടന്നത്. ഒരു 20,000 താഴെ വോട്ടിനാണ് വക്കം പുരുഷോത്തമൻ ജയിച്ചതും. അന്ന് ആ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഈ NGO യൂണിയനിൽപ്പെട്ട ആളുകളൊന്നും CPM അല്ലെങ്കിൽ LDF വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞതാണ്. ഈ KV ദാസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റൽ ബാലറ്റുകൾ പാർട്ടി ഓഫീസിലേക്കാണ് വന്നത്. അവിടെ വെച്ച് പരിശോധിച്ചപ്പോൾ NGO യൂണിയനിൽപ്പെട്ട പല ആളുകളും LDF വോട്ട് ചെയ്തിരുന്നത്. ആ വോട്ട് ചെയ്യാത്ത ആളുകളുടെ ബാലറ്റ് പോസ്റ്റൽ വോട്ടിന്റെ പേപ്പറുകൾ തിരുത്തി LDF അനുകൂലമായി വോട്ട് നൽകി എന്നുള്ളതാണ് G. സുധാകരന്റെ വെളിപ്പെടുത്തൽ. നമുക്കറിയാവുന്നതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ എത്ര സുതാര്യമാണെന്നൊക്കെ പറഞ്ഞാലും ഇതേ രീതിയിലുള്ള തെറ്റായ പ്രവണതകൾ. ശരി, ഹരികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഇതിനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്തിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ് കേസിന്റെ വിശദാംശങ്ങൾ? G. സുധാകരന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ആ വെളിപ്പെടുത്തലിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് FIR ഇട്ട് കേസെടുക്കണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് ഞാൻ കൃത്യമായി വായിക്കാം. 1989 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് തപാൽ വോട്ടിൽ കൃത്രിമം കാണിച്ചതായി G. സുധാകരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യവും നീതിയുക്തവും സുതാര്യവുമായാണ് രാജ്യത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ജനപ്രാതിനിധ്യ നിയമം, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് വിധേയമായാണ് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. എന്നാൽ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തി എന്നത് 1951 ജനപ്രാതിനിധ്യ നിയമം 136, 128 ഉൾപ്പെടെയുള്ള വകുപ്പുകളും 1961 തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. തപാൽ വോട്ടിൽ കൃത്രിമം വരുത്തി തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചതായ വെളിപ്പെടുത്തലിന്മേൽ FIR ഇട്ട് കേസെടുക്കണമെന്നും വിശദമായ അന്വേഷണം നടത്തുവാനും അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും വേണ്ടി ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നു എന്നുള്ളതിന് തെളിവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ G. സുധാകരന്റെ പ്രസ്താവനയിന്മേലുള്ള നടപടി. ഈ കേസെടുത്താൽ തുടർ നടപടികൾ എന്തായിരിക്കും ഈ G. സുധാകരനെതിരെ വരിക? അതുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെ എതിരെ ഈ കേസിന്റെ തിക്തഫലം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്? തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും നടപടിയെടുക്കാവുന്ന കുറ്റങ്ങളാണ് ഇത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ വിലയിരുത്തിയിരിക്കുന്നത്. G. സുധാകരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തായാലും അദ്ദേഹം നടത്തിയ ആ വെളിപ്പെടുത്തൽ, സുതാര്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു റിസൾട്ടിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലൊരു പ്രസ്താവന, അങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ അത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നിരിക്കെ FIR ഇട്ട് അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം.